welcome to School to IIM. Target IPMAT JIPMAT 2023 സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് വെർബൽ എബിലിറ്റി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡിയാന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. In this question, a sentence has been divided into 4 parts marked as 1, 2, 3 and 4. You need to find which part or parts does not have an error in terms of grammatical or contextual usage. Okay. ഇതിൽ ഏതാണ് എറർ ഇല്ലാത്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു സെൻറ്റൻസിൻ്റെ പാർട്ടാണ്. ദ ഇൻക്ലൂഷൻ ഓഫ് അഡയറൻസ് ടു കമ്പയറബിൾ എൻവയോൺമെൻറ്റൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലേബർ ലോസ് ആൻഡ് ദ റൈറ്റ് ടു ഇമ്പോസ് tariffs in case business are at an unfair disadvantage can well becomes a feature of all trade agreements. ഇവിടെ ഏതായിരിക്കും വരിക? ഇതിൽ എറർ ഇല്ലാത്തത് എ ആണ്. ഓൺലി 1, 2 and 3. 4 ആണ് എറർ ഉള്ളത്. നമുക്കിവിടെ ബിക്കംസ് അങ്ങനെയുള്ളതും ആയിട്ട് പരിഗണിക്കാം. ഒരു ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ളൊരു എറർ ഇവിടെ ഉണ്ട്, നമുക്ക് പരിഗണിക്കാം. അതുപോലെ ബാക്കിയുള്ളതൊരു കണക്ഷൻ വരുന്നുണ്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ. നെക്സ്റ്റ് 62 to 65 വരെ given question has 3 blanks, each blank indicating that something has been omitted. Choose the combination of words that would fit in the blanks correctly. In the northwestern Ghats in Maharashtra, sacred groves are dash considered as small negligible of dash forest. Dash of forest that dash development. ഓഫൺ ആണോ, സെൽഡം ആണോ, ഫിലമെൻറ്റ്സ് ആണോ, പാച്ചസ് ആണോ, ഹിൻഡർ ആണോ? ഇതിലേതാണ് ഇവിടെ കൊടുക്കേണ്ടത്? ഓപ്ഷൻസിൽ BDE, ADE, BCE, ACE എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് വരേണ്ടത് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ ഗട്ട്സ് ഇൻ മഹാരാഷ്ട്ര സാക്രഡ് ഗ്രോവ്സ് ആർ ഓഫൺ കൺസിഡേർഡ് എന്നാണ് വരേണ്ടത്. ഫസ്റ്റ് ഇത് വരും. ഓഫൺ കൺസിഡേർഡ് ആസ് സ്മോൾ നെഗ്ലിജിബിൾ പാച്ചസ് ഓഫ് ഫോറസ്റ്റ് ദാറ്റ് എന്താണ് ഡെവലപ്മെൻറ്റ് ഹിൻഡർ ചെയ്യുന്നത്, ബുദ്ധിമുട്ടിലാക്കുന്നത് ഏതാണ്? അപ്പം ADE ആണ് ഇതിൻ്റെ ആൻസർ. Vehicles are not dashed near the main gate of the temple complex, so we had to dash a long stretch of the crowded street that dashed to the temple. Parked, slump, walk, leads, allowed. ഇവിടെ AE, BE, CD, EBD, ABD എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? വെഹിക്കിൾസ് ആർ നോട്ട് പാർക്ക്ഡ് ആണോ, സ്ലംപ് ആണോ, വാക്ക് ആണോ, ലീഡ്സ് ആണോ, അലൗഡ് ആണോ? ഇവിടെ വരേണ്ടത് വെഹിക്കിൾസ് ആർ നോട്ട് allowed near the main gate of the temple complex, so we had to എന്താണ് we had to walk, നടക്കുകയാണ് ചെയ്യേണ്ടത് crowded streetൽ. that leads to the temple. okay, ECD ആണ് ഇതിൻ്റെ ആൻസർ. B. there must be some dash even to the dash of a dash for doing harm. demand, limit, capability, situation, Francis Fiddle. എന്താണ് ഇവിടെ വരേണ്ടത്? ഇവിടെ there must be some limit ഫസ്റ്റ് വരണം. even to the capabilities of a demand for doing harm. ഓക്കെ, ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ BCA ആണ്. ഓക്കെ, there must be some limit even to the capabilities of a demand for doing harm. Her dash expression and their dash pages made it clear that the scheme had been dashed to the whole village. Bemused, elated, perplexed, accolade, abstruse. എന്താണ് her എന്താണ് വരേണ്ടത്? her bemused ആണ് വരേണ്ടത് ആദ്യം. ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു കൺഫ്യൂസിങ് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പ്രഷൻ, bemused പറഞ്ഞ എക്സ്പ്രഷൻ. ആൻഡ് ദെയർ perplexed faces made it clear that the scheme has been abstruse to the whole village. abstruse എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒബ്സ്ക്യൂർ ആണ്, പ്രോപ്പർ അല്ല, ഒരു നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഏതാണ്? ACE, ഓപ്ഷൻ D ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. 66 to 68 വരെ ഉള്ളത് 6 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 6 സെൻറ്റൻസും ഗിവൺ ഇൻ ദ ബിഗിനിങ് ആസ് S1 and S6. ബാക്കി 4 എണ്ണം ജംബിൾഡ് ആയിട്ടുള്ളതാണ്, അത് നമ്മൾ ഓർഡർ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോഴ്സസ് ഇൻ ദ മോഡേൺ വേൾഡ്. ഓക്കെ, ഇവിടെ ആദ്യത്തെ കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോഴ്സസ് ഇൻ ദ മോഡേൺ വേൾഡ് സോഷ്യലിസം വാസ് എ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. പിന്നെ ഇനി എന്താണ് വരേണ്ടതെന്നാണ്. ദിസ് ഈസ് ഹൗ സോഷ്യലിസം ആസ് എ തിയറി ആൻഡ് പ്രാക്ടീസ് കെയിം ഇൻ ടു ബീയിങ്. Socialism was a direct challenge to capitalism and sought to put an end to such an exploitative economic structure. The gulf between the haves and have-nots continued to increase, and out of this gap between the rich and poor sprang disputes. It generated new wealth, but as this new wealth only went to minority, it could not solve the question of distribution. The Industrial Revolution solved the question of production. എന്താണ് കറക്റ്റ് സീക്വൻസ്?
ഇവിടെ ഫസ്റ്റ് വരേണ്ടത് one of the most important forces in the modern world, socialism, was a direct result of the industrial revolution കഴിഞ്ഞിട്ട് the industrial revolution solved the question of production ആണ് ഫസ്റ്റ് വരേണ്ടത്. പിന്നെ it generated new wealth, but as this new wealth only went to a minority, it could not solve the question of distribution. പിന്നെ തിരിച്ച് ഇവിടെ gulf between the haves and have nots. ലാസ്റ്റ് socialism was a direct challenge to capitalism. പിന്നെ this is how a socialism as a theory and practice came into being. അടുത്തതിൽ നിങ്ങൾക്ക് S1 S6 കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. The masters always says refuse to be miserable. Okay. This is the art of right conduct in life. അപ്പോൾ Pയിൽ വരുന്നത് before you fall into self pity and blame games, remember that responsibility comes to only those who feel responsible. Challenges are faced by the strong and courageous, and if life brings you such opportunities, then turn failures into success. Life can be painful, but it need not be sorrowful. If you want to be happy, find occasions to be cheerful. അപ്പം ആദ്യം കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ ഓൾവേസ് ഈസ് റെഫ്യൂസ് ടു ബി മിസറബിൾ. ഇനി വരേണ്ടത് challenges are faced by the strong and courageous, and if life bring you such opportunity, then turn failures into success. പിന്നെ വരേണ്ടത് life can be painful, but it need not be sorrowful. If you want to be happy, find occasions to be cheerful. Last, before you fall into self-pity and blame games, remember the responsibility comes to only those who feel responsible. Last, this is the art of right conduct in life. ഇവിടെ ഞാനിത് എഴുതിയില്ലല്ലേ, SRQP ആണ് കേട്ടോ ഇവിടെ. ഇവിടെ QRPS അല്ല QRSP. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് S1 Gandhiji reached Newcastle and took charge of the agitation. S6 treatment that was meted out to these brave men and women in jail included starvation and whipping and being forced to work in the mines by mounted military police. During the course of the march, Gandhiji was arrested twice, released, arrested a third time and sent to jail. The employees retaliated by cutting off water and electricity to the workers' quarters, thus forcing them to leave their homes. Gandhiji decided to march this army of over 2,000 men, women and children over the border and thus see them lodged in Transvaal jails. The morale of the workers, however, was very high and they continued to march till they were prosecuted and sent to jail. ഇതിൻ്റെ ഓർഡർ എന്താണ്? ഗാന്ധിജി റീച്ച്ഡ്, അത് കഴിഞ്ഞിട്ട് the employees retaliated by cutting off water and electricity to the workers' quarters ആണ് വരേണ്ടത്. പിന്നെ Gandhiji decided to march this army over 2,000 men, women, children over the border. Pinne during the course of the march, Gandhiji was arrested twice. Pinne the last, the morale of the workers, however, was very high and they continued to march till they were prosecuted and sent to jail. ഇവിടെ QRPS എന്നാണ് ഓർഡർ വരേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റും സിക്സും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ഒരു വട്ടം വായിച്ചാലൊന്നും ചിലപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. അപ്പം ഓരോന്നായിട്ട് S1 S6 ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ ഒരു ബാക്കി എന്തായിരിക്കുന്നു അത് നെക്സ്റ്റ് കണ്ടുപിടിക്കുക. അങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഇതൊരു കണക്ഷൻ വരുന്നുണ്ടോ ഇല്ലേ, അങ്ങനെ വെച്ചിട്ട് നമ്മളിത് ചെയ്യാം. അപ്പം ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ട് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടുമായിരിക്കും. അപ്പം ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏതായിരിക്കും ഇത് തോന്നുന്നത്. S1 S6 തരുന്നതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് 1 തന്നതിൻ്റെ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് എന്തായിരിക്കും അത് ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാം. ഓക്കെ, so that's all, and okay, and നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഇനിയും ഒരുപാട് സെഷൻസ് വെർബൽ എബിലിറ്റിയും റീഡിങ് കോംപ്രിഹെൻഷൻ പാർട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് IPMAT JIPMAT ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാമാണ് നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു ഇൻറ്റൻസീവ് കോച്ചിങ് ആണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഓരോ ഏരിയ നിങ്ങൾക്ക് നീറ്റായിട്ട് പഠിക്കണം, വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ടു IIM ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് പഠിച്ചിറങ്ങിയ ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും, കോൺസെപ്റ്റ് ക്ലാസ്, പ്രോബ്ലം സോൾവിങ് ക്ലാസ്,
പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, പ്രാക്ടീസ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ, ആൻഡ് ബൈ ബൈ.